കരുതിയിട്ടാണോ അറിയില്ല, അദ്ദേഹം ഭസ്മം കൊണ്ട് പൊത്തി വെച്ചിട്ട് സൗന്ദര്യം കണ്ട എല്ലാവരും പിന്നാലെ വരി. ഏറ്റവും സൗന്ദര്യം ആർക്കാ ചോദിച്ചാൽ സുന്ദരേശ്വരൻ എന്നൊരു പേരുണ്ട്. ആർക്കാത്? മഹാദേവന്റെ പേരാണ്. ഇത്ര സൗന്ദര്യം അത് ആരും കാണേണ്ട കരുതി എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ആള് കൂടുന്നത് ഇഷ്ടമല്ല. അപ്പം ഭസ്മൊക്കെ തേച്ച് വെണ്ണീരിൽ കുളിച്ച് അങ്ങനെ ഇരിക്കും. ആരും വരില്ലല്ലോ. കഴുത്തിൽ പാമ്പാണ്, ജടാമുടിയാണ്. ആ മുടിയൊക്കെ ഒതുക്കി വെച്ചത് സ്ലൈഡൊന്നുമല്ല, പിന്നെയോ ചന്ദ്രകലയാണ്. നെറ്റിയിൽ പൊട്ടാ വിചാരിച്ചു. ആദ്യം നല്ലോണം നോക്കിയപ്പോൾ കണ്ണ, കയ്യിലെ തൃശൂലം, ഇങ്ങനെ ഒരു രൂപമാണ്. ഉടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ ഉടുത്തുണ്ട്, നടത്തില്ല എന്ന് തോന്നുന്ന ആനത്തോലോ പുലിത്തോലോ എന്തൊക്കെയോ. അതൊക്കെ പറയുമ്പം അച്ഛൻ അങ്ങനെ തൊഴുത് നിൽക്കുകയാണ്, രോമാഞ്ചാണിഞ്ഞും കൊണ്ട്. ഈശ്വര, അത് മഹാദേവനാണല്ലോ. ആർക്കും ദർശനം തന്നെ കൊടുക്കാറല്ലേ, ഇവന്റെ ഈ നിഷ്കളങ്ക മനസ്സ് കണ്ട് ദർശനം കൊടുത്തതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, സത്യമാണ്, ഇവിടെ ഉള്ളതൊക്കെ ആരുടെയാ? ഈശാവാസ്യമിതം സർവം. ഇതൊക്കെ ഈശ്വരൻ്റെയാണ്, നമ്മുടേതായിട്ടൊന്നുമില്ല. അതാണ് പരമാർത്ഥം, അതാണ് സത്യം. അതങ്ങോട്ട് കേട്ടതും തിരിച്ചുകൂടി. തനിക്ക് അബദ്ധം പറ്റിയല്ലോ. ഓടിച്ചെന്നു മഹാദേവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എനിക്ക് അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണേ, ഒക്കെ അങ്ങയുടെയാണേ എന്നും പറഞ്ഞ് അവിടുന്ന് തൊഴുതു. മഹാദേവന്റെ കണ്ണ് നിറഞ്ഞു. ഭഗവാന്റെ കണ്ണിന്ന് 2 തുള്ളി കണ്ണീര് അദ്ദേഹത്തിന്റെ ശിരസിൽ പറഞ്ഞു. യത്തേ പിതാവത ധർമ്മം. നിന്റെ അച്ഛൻ വലിയ ധർമ്മിഷ്ഠന. ത്വം സത്യം പ്രഭാഷസേ. നീ വലിയ സത്യസന്ധന. അല്ല, അങ്ങനെ വരുള്ളൂ. അച്ഛൻ്റെ ഗുണം കിട്ടിയത് മറ്റു മക്കൾക്കല്ല, നിനക്കാ. ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാ. ഇതൊക്കെ ഞാൻ പ്രസാദമായിട്ട് നിനക്ക് തരാം, നീ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം സ്വത്ത് കിട്ടിയവരാണ് ആര്? ഈ നാഭാഗന്റെ കഥ. ഈ നാഭാഗന്റെ മകനെ നമുക്ക് പരിചയമുണ്ട്. ആരാത്? നാഭാഗാദംബരീഷോ ഭൂൻ മഹാഭാഗവത കൃതി. അയാളുടെ മകനാണ് അംബരീഷൻ. അംബരീഷൻ എന്ന് പറഞ്ഞാൽ ആകാശം വരെ. അംബരീഷൻ, അമ്പലം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശത്തിൽ വരെ ഇയാളുടെ പ്രസിദ്ധി ഇങ്ങനെ കേൾക്കുകയാണ്. ദേവന്മാർ വരും, ദേവന്മാർക്ക് പോലും വലിയ ഇഷ്ടം അംബരീഷന്. അയാളാവട്ടെ വലിയ വിഷ്ണുഭക്തൻ. അച്ഛൻ ശിവഭക്തൻ, മകൻ വിഷ്ണുഭക്തൻ. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി. എത്രയാ അദ്ദേഹത്തിന് സ്വത്ത്! അന്നുള്ള രാജ്യം മുഴുവൻ ഭരിക്കുന്നത് പരീക്ഷത്ത് ഇദ്ദേഹമായിരുന്നു. പരീക്ഷത്ത് വെച്ചു, അത്ഭുതം തന്നെ. തൊട്ടു മുമ്പ് ഈ നാഭാഗനെ സഹോദരന്മാർ പറ്റിക്കേണ്ടായത്. അങ്ങനെയാണോ കാലം? എല്ലാവരും പറ്റിക്കുന്നവരെ നോക്കാൻ ആരുണ്ടാവും? അയാളെ നോക്കാൻ ഭഗവാൻ ഉണ്ടാവും. പിന്നുള്ളവരുടെ സഹോദരന്മാരെ കഥയൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ പറയണത് ആരുടെ കഥയാണ്? ആ നാഭാഗന്റെ മകൻ അംബരീഷനാവട്ടെ വലിയ സമ്പന്നൻ, അതാണ് വലിയ രാജാവ്. സപ്തദ്വീപവതീം മഹീം. 7 ദ്വീപുകളടങ്ങിയ സ്ഥലം അദ്ദേഹമാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ബ്രാഹ്മണ ശാപം പോലും ഏറ്റില്ല. അത്ഭുതമായി. താൻ ഇവിടെ ഇരിക്കുന്നത് ശാപം ഏറ്റിട്ടാ. ആരുടെ ശാപം? ദുർവാസാവിന്റെ ശാപം പോലും ഏറ്റില്ല. അത്ഭുതമായി. ഈശ്വര, അങ്ങനെ ഉണ്ടായോ? എന്താ കഥ പറയൂ. വലിയ ഭക്തൻ അദ്ദേഹം. സവൈ മന കൃഷ്ണപദ അരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. എപ്പോഴും ഈശ്വര കഥകൾ കേട്ടും കൊണ്ടും ഭഗവാന്റെ നാമം ജപിച്ചും കൊണ്ടും അങ്ങനെ കഴിയണം. അമ്പലമൊക്കെ വൃത്തിയാക്കാൻ എന്തൊരു ഉത്സാഹം അദ്ദേഹത്തിന്. അവിടെയുള്ള ആ 8 കാലി വലയൊക്കെ അദ്ദേഹം തട്ടുക, മിറ്റടിച്ചു വാരുക. അമ്പലത്തിലെ മിറ്റമൊക്കെ അങ്ങനെ അടിച്ചു വരും. അവിടെ ഉള്ളവർ പറയും, എനിക്ക് തരൂ, ഞങ്ങൾ അടിച്ചു വരാ, അങ്ങ് രാജാവല്ലേ, അത് ചെയ്യണ്ടെന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം പറയും, അങ്ങനെയല്ല. ഭഗവാന് കൈങ്കര്യം ചെയ്തിട്ട് കിട്ടുന്ന പുണ്യം എന്താ? രാജാവിനായിക്കൂടെ? ഈ ഒരു മട്ട ഒക്കെ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അമ്പലം വൃത്തിയാക്കിയിട്ട് കിട്ടുന്ന പുണ്യം എന്തിനാ ഞാൻ വേറൊരാൾക്ക് തരുന്നത്? എനിക്കായിക്കൂടെ? ഇങ്ങനെയൊരു സ്വഭാവം. ഭരണം നല്ലപോലെ ചെയ്യുന്നുണ്ട്, ഭജനവും മുടക്കണില്ല. സുഹൃത്ത് നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഭരണം ഉണ്ടെങ്കിൽ ഭജനം ഉണ്ടാവില്ല, ഭജനം ഉണ്ടെങ്കിൽ ഭരണം ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ട്, ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകും. നല്ലോണം ഭഗവാനെ ഭജിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഇദ്ദേഹത്തിന് എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു. തൻ്റെ ദർശനം, അതാണ് സുദർശനം കൊടുത്തു. സുദർശനം ഇപ്പം ആരുടെ കൂടെയാണ്? അംബരീഷന്റെ കൂടെയാണ്. ഒരു ബ്രാഹ്മണനായും കൊണ്ട് കൂടെ അങ്ങനെ കഴിയണം. കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടും. അയാളുടെ വിവരവും പാണ്ഡിത്യമൊക്കെ കണ്ട സമയത്ത് അംബരീഷൻ അദ്ദേഹത്തെ മന്ത്രിയാക്കി. നല്ലൊരു മന്ത്രി ഉണ്ടെങ്കിൽ പിന്നെ രാജാവിന് വലിയ പണിയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സുദർശനം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ പിന്നെ കുറച്ചു കാലം ഒന്ന് മാറി നിന്നാലോ, ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം അനുഷ്ഠിച്ചാൽ എന്താ? ദ്വാദശി വ്രതം. കുറച്ചു കാലം ആയിട്ടുള്ള മോഹമാണ്. ഭഗവാൻ സന്തോഷിക്കണം എന്ന് കരുതിയിട്ട് തൻ്റെ പത്നിയോട് ഈ ആശയം പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. ഞാനും അങ്ങയുടെ കൂടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി അങ്ങോട്ട് പോയി, മധുവനത്തിൽ പോയി മനോഹരമായിട്ട് ഭഗവാന്റെ മാല കെട്ടി സാളഗ്രാമത്തിന് ചാർത്തുക, പൂജ, പാലാഭിഷേകം, സഹസ്രനാമജപം, ഇങ്ങനെ ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതം, ദ്വാദശി വ്രതം. ഒന്നും കഴിക്കണമെന്നില്ല. അതിൻ്റെ പാരണ സമയമായി. വ്രതാന്ത ഭോജനം. വ്രതത്തിൻ്റെ അവസാനത്തിൽ എന്തെങ്കിലും കഴിച്ചിട്ട് അതങ്ങോട്ട് മുഴുവിപ്പിക്കുക, അതാണ് പാരണ. നിഷ്ഠയോടുകൂടി ചെയ്യുന്നവരെ സംബന്ധിച്ച് സമയമൊക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയ വലിയ വിഷമാണ്.
പ്രത്യേകിച്ച് ഫലം ആഗ്രഹിച്ചും കൊണ്ട് വൃത്തിയിലാവണം എന്നുള്ള വിചാരമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? അത് കൃത്യസമയത്ത് തന്നെ ഓരോന്നും ആവണം. ഇപ്പം സപ്താഹം എന്നൊക്കെ പറയുമ്പം 7 ദിവസം കൊണ്ട് തന്നെ കഴിയണം, വേണ്ടേ? സപ്താഹം എന്ന് പറഞ്ഞു, എന്നിട്ട് 7 ദിവസമായി എവിടെയും വായിച്ചെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നാൽ അടുത്ത കൊല്ലം വന്ന് ബാക്കി വായിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് പറ്റില്ല. അതൊക്കെ വൃത്തിയിൽ നടക്കണം വെച്ചാൽ ഓരോ സമയത്ത് ഇന്ന സമയത്തെത്തണം. അങ്ങനെയൊക്കെ ആകുമ്പോഴൊരു സന്തോഷവും തൃപ്തി ഉണ്ടാവുള്ളൂ. അതുപോലെ സമയത്തിനും ഇന്ന സമയം എന്ന് പറഞ്ഞാൽ സമയം 8:30 പറഞ്ഞാൽ 8:30 1 മണി പറഞ്ഞാൽ 1 മണി തന്നെ 4:30 വരെ പോകുകയില്ല. അതങ്ങനെ പോയാൽ വയ്ക്കുമോ? 6:30 പറഞ്ഞാൽ ഒരു 7 മണി വരെ കയറിയാൽ പോകും. അതും കഴിഞ്ഞ് ഇങ്ങനെ പോയാൽ വയ്യ. അപ്പം അതിനൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അതിന് വേണ്ടതുപോലെ ഒരു തൃപ്തി ഫലമൊക്കെ ഉണ്ടാവുള്ളൂ. ഇദ്ദേഹം നല്ല നിഷ്ഠുള്ള ആളാണ്. അതുകൊണ്ട് പാരണയൊക്കെ കൃത്യസമയത്ത് തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പുറപ്പെട്ടപ്പം കുറച്ച് ബ്രാഹ്മണരൊക്കെ വന്നു. അവർക്കൊക്കെ കാല് കഴിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. സന്തോഷമായി. അങ്ങനെ പാരണ ചെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് സാക്ഷാൽ ദുർവാസാ ഭഗവാൻ അഭൂത്. സാക്ഷാൽ ദുർവാസാവ് മഹർഷി അങ്ങനെ പറഞ്ഞില്ല. കൂട്ടത്തിൽ എന്ത് പറഞ്ഞു? ഭഗവാൻ അഭൂത്. ആരാണ്? ഭഗവാൻ ദുർവാസ. അദ്ദേഹം അങ്ങനെ കണക്കാക്കിയത്. ദുർവാസാവ് മഹർഷി വരുന്നത് കണ്ടപ്പോൾ മഹാത്മാവ് എഴുന്നള്ളി. എൻ്റെ വ്രതം വേണ്ടതുപോലെ ഭഗവാൻ സന്തോഷിച്ചു. അതാണ് ആര് വരുന്നത്? ഭഗവാൻ തന്നെ ദുർവാസാവായിട്ട് വരുന്നത് കണ്ടില്ലേ? ആ മഹാബ്രാഹ്മണന് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ അങ്ങൊന്ന് പോയിട്ട് വേഗം ഒന്ന് കാല് കഴുകി വന്നിരിക്കൂട്ടോ, കാരണം പാരണയുടെ സമയമായി. അതുകൊണ്ട് അങ്ങേക്ക് തന്നിട്ടാവാ കഴിക്കുക. അതിഥി വന്നിട്ട് കൊടുക്കാണ്ട കഴിക്കുക പറഞ്ഞാൽ മോശമല്ലേ? ദുർവാസാവ് നല്ലോണം നോക്കി എന്നെ ഇങ്ങോട്ട് കൽപ്പിക്കുക. അങ്ങനെ ഒന്നും ആരും ഉണ്ടായില്ല. ദീർഘയാത്ര കഴിഞ്ഞ് വരാം, കാല് കഴിക്കാൻ പോരാ, കുളിക്കാൻ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം കുളിക്കാൻ പോയി. അവിടെ നിന്ന് ബൃഹധ്യാനം ഗംഭീരമായിട്ട് ധ്യാനിക്കുകയാണ്. എത്തണില്ല. സമയം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അംബരീഷൻ എത്രയായിട്ടും എത്താതെ കണ്ട സമയത്ത് അവിടെയുള്ള ബ്രാഹ്മണരോട് പണ്ഡിതരോടൊക്കെ ചോദിച്ചു, എന്താപ്പം വേണ്ടു? സമയമായി പാരണ ചെയ്യണ്ടേ? അദ്ദേഹം എത്തിയിട്ടുമില്ല. അതിഥി വന്ന് കൊടുക്കാണ്ട് കഴിച്ചാൽ അയാൾക്ക് വിഷമാവില്ലേ? അത് മര്യാദയാണോ? കഴിക്കാണ്ടിരുന്നാൽ തൻ്റെ വ്രതത്തിന് ഭംഗം വരില്ലേ? എന്ത് ചെയ്യും? അപ്പോൾ അവിടെയുള്ള പണ്ഡിതർ പറഞ്ഞു, തീർത്ഥം സേവിച്ചോളൂ. തീർത്ഥമാകുമ്പോൾ പിന്നെ അതിഥിക്ക് കൊടുക്കാണ്ട് കഴിച്ചാൽ കുഴപ്പമില്ല. തീർത്ഥമല്ലേ? തീർത്ഥം ആഹാരമായിട്ട് കണക്കാക്കുകയും ചെയ്യുക, എന്നാൽ കണക്കാക്കൂല. രണ്ടിലും പെടുത്താം. അപ്പം അതുകൊണ്ട് അങ്ങ് ആ തീർത്ഥം കണ്ട് സേവിച്ച പാരണ ചെയ്തു എന്നുമായി, എന്നാൽ അതിഥിക്ക് കൊടുക്കാണ്ട കഴിച്ച ദോഷവുമില്ല. തീർത്ഥം സേവിച്ചോളൂ. അതങ്ങോട്ട് കേട്ട് അദ്ദേഹം തീർത്ഥം കണ്ട് സേവിച്ച് കൈ കഴുകുമ്പോഴാണ് ആര് വരുന്നത്? ദുർവാസ മഹർഷി. കുളി കഴിഞ്ഞ് വരികയാണ്. മഹർഷി എന്ത് വിചാരിച്ചു? മസാല ദോശ കഴിച്ച് കൈ കഴുകുക വിചാരിച്ചു. തീർത്ഥം കഴിച്ച് കൈ കഴുകുക. പക്ഷെ അദ്ദേഹം എന്ത് വിചാരിച്ചു? പിന്നെ അദ്ദേഹം അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. തലേന്ന് ആ മുടിയെടുത്ത് നിലത്തങ്ങോട്ട് അടിച്ചു. താൻ എന്നെ എച്ചിൽ തീറ്റിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണോ? ഇതാണോ ആതിഥ്യ മര്യാദ ഒക്കെ പറഞ്ഞ അദ്ദേഹം ആ ജടാമുടി നിലത്തടിച്ചു. അതിൽ നിന്നൊരു കൃത്യം കണ്ടുണ്ടായി. അംബരീഷിനെ ദഹിപ്പിക്കാനായിട്ട് അടുത്തേക്ക് ഓടി വന്നു. അംബരീഷിന്റെ ഭാവം പരീക്ഷത്തെ പുഞ്ചിരിച്ചു തൊഴുത് അങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ ഒരു കൊല്ലക്കാലത്തെ വ്രതത്തിന്റെ ഫലം തൻ്റെ അന്ത്യമാണെങ്കിൽ അത് ഭഗവാന്റെ നിശ്ചയം നടക്കട്ടെ, അതങ്ങോട്ട് നടക്കട്ടെ. ആ വരുന്ന കൃത്യം ഈശ്വരനായിട്ട് കണ്ട് തൊഴുതങ്ങോട്ട് നിന്നു. എന്നാ ചചാല പദാനൃപ. പരീക്ഷത്തെ ആ കാലൊന്ന് പിന്നോട്ട് അനങ്ങിയില്ല. ആ നിന്ന നിപ്പിലാര് നിൽക്കുകയാണ്? അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. കൃത്യം കണ്ട് വന്ന് ദഹിപ്പിക്കാൻ അപ്പോഴേക്ക് ആര് വരുന്നുണ്ട്? അംബരീഷ എന്ന് പറഞ്ഞ ആ ബ്രാഹ്മണൻ ചുവന്ന കണ്ണുമായിട്ട് ആര് വരുന്നുണ്ട്? ഇത് സുദർശനാണ്. ബ്രാഹ്മണൻ ഓടി വരും. അടുത്തെത്തിയപ്പോഴേക്ക് ആരായി? ചക്രമായിട്ട് മാറി നേരെ വന്ന് ആരെ ദഹിപ്പിച്ചു? കൃത്യയെ ദഹിപ്പിച്ചു. നിന്നില്ല. കൃത്യ ആരാ പറഞ്ഞയച്ചത്? ദുർവാസ മഹർഷി അടുത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. ദുർവാസ മഹർഷി എന്ത് ചെയ്തു? തൻ്റെ ഇത്രയും കാലത്തെ തപസ്സിന്റെ ഫലം തൻ്റെ അന്ത്യമാണെങ്കിൽ നടക്കട്ടെ വിചാരിച്ചു. ഇല്ലില്ല. അദ്ദേഹം മുണ്ട് മടക്കുത്തിയൊരു ഒറ്റ ഓട്ടാണ്. പിന്നാലെ ചക്രവും പോയി. എവിടെ പോയി വിളിച്ചിട്ട് ചക്രം വിടണില്ല. വെള്ളത്തിലിരുന്ന പുറത്ത് നിൽക്കും ചക്രം. ഗുഹയെ പോയി വിളിച്ചാൽ പുറത്ത് നിൽക്കും. എപ്പോഴെങ്കിലും വരില്ല. തിരക്കൊന്നുമില്ല. ചക്രത്തിന് തിരക്കില്ല. എപ്പോഴെങ്കിലും പുറത്തേക്ക് വരില്ല. ഇങ്ങനെ എവിടെ പോയിട്ടും രക്ഷയില്ല എന്ന് കണ്ട സമയത്ത് നേരെ പരമശിവന്റെ അടുത്തേക്ക് പോയി. പരമശിവൻ പറഞ്ഞു, ഇക്കാര്യം എന്നോട് പറയരുത്. സംഗതി അങ്ങ് എൻ്റെ ഭക്തനൊക്കെയാ പറഞ്ഞിട്ട് കാര്യമില്ല. ചക്രത്തിന്റെ കാര്യം വരുമ്പം അത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, അത് വൈകുണ്ഠത്തിലാണ്. അത് വിഷ്ണു ഭഗവാനാണ് അതിന്റെ കാര്യമൊക്കെ നോക്കുക. ആഹാ അച്യുതാനന്ദ സതീപ്സിത പ്രഭോ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് വിളിച്ചങ്ങടി തന്നു. വൈകുണ്ഠത്തിലേക്ക് പോയി. ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ ചക്രം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ചക്രം ആയിരുന്നു അത് പണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് എൻ്റെ അല്ല. അത് ഞാൻ കൊടുത്തു. ആർക്ക് കൊടുത്തു? അത് ഞാൻ അംബരീഷിന് കൊടുത്തു. ഇപ്പൊ ചക്രം ആരുടെയാ? അത് അംബരീഷന്റെ. അതുകൊണ്ട് ചക്രത്തിന്റെ കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചക്രം ഇപ്പൊ അംബരീഷന്റെയാണ്. അതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അംബരീഷിന്റെ അടുത്ത് പോയിട്ട് പറയാം. ചക്രം മാത്രമല്ല കേട്ടു, ഞാൻ എന്നെ തന്നെ അംബരീഷിന് കൊടുത്തതാ. അഹം ഭക്തപരാധീന. അദ്ദേഹത്തിന്റെ ആ ഒരു ഭക്തി കണ്ടപ്പം എനിക്കങ്ങോട്ട് സന്തോഷം തോന്നി. ഞാൻ എൻ്റെത് മുഴുവൻ എന്നല്ല, എന്നെ തന്നെ അങ്ങോട്ട് കൊടുത്തു.
ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അസ്വതന്ത്ര ഇവ ദ്വിജ, ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല ദുർവാസാവേ. ഞാൻ ഭക്തരുടെ ഇച്ഛ എന്താ വെച്ചാൽ അത് നടത്തി കൊടുക്കുക, അത്രയേ ഉള്ളൂ എനിക്ക്. അങ്ങക്ക് രക്ഷപ്പെടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ അംബരീഷന്റെ കാൽക്കൽ വീഴുക. അതങ്ങോട്ട് കേട്ടത് നേരെ അംബരീഷ അടുത്തേക്ക് പുറപ്പെട്ടു. അംബരീഷനാവട്ടെ തൻ്റെ ഒരു കൊല്ലക്കാലം ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഒരു കൊല്ലക്കാലം ഈ ദുർവാസാവിന്റെ ഓട്ടാണ്. അപ്പോഴും അദ്ദേഹം ഒന്നും കഴിച്ചില്ല, തീർത്ഥം സേവിച്ചതേ ഉള്ളൂ. അദ്ദേഹം എന്താ പ്രാർത്ഥിച്ചു നിൽക്കണമെന്ന് അറിയോ? തൻ്റെ ഈ വ്രതം കാരണം ആ മഹാത്മാവിനൊരു ആപത്തുണ്ടാവരുതേ ഭഗവാനെ, അതടിയിട്ട് താങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുന്ന അംബരീഷനെ ആര് കണ്ടു? ദുർവാസാവ് കണ്ടു. കണ്ണു നിറയാണ്. കാരണം ഇദ്ദേഹത്തെ കൊല്ലാനാ താൻ നോക്കിയത്. ഇങ്ങോട്ട് കൊല്ലാൻ നോക്കിയ ആൾക്ക് പോലും വിഷമം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളെയാണ് ആര് കാണുന്നത്? അംബരീഷനെയാണ് ഈ ദുർവാസ മഹർഷി കാണുന്നത്. അത്ഭുതം തോന്നി. അടുത്ത് ചെന്നു, കാൽക്കലം കണ്ട് വീഴാൻ പുറപ്പെട്ടു. അംബരീഷൻ സംഭവിച്ചില്ല. അങ്ങനെ അങ്ങ് മഹാത്മാവ് എൻ്റെ കാൽക്കൽ വീഴി, വലിയൊരു മഹർഷി, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് വീഴുന്നു. കേമായിട്ട് സുദർശനത്തെ സ്തുതിച്ചു. അത് ശാന്തായി പോയി. അതിനും ഇത്രയും വേണ്ടു. ഈ ഭക്തന്റെ കാൽക്കൽ ആര് വീഴണം? ദുർവാസാവ് ഒന്ന് വരണം, അത്രേ ആഗ്രഹമുള്ളൂ. ചക്രവും തിരിച്ചുപോയി. അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അതൊക്കെ ഉണ്ട്. ആ അംബരീഷനെ അനുഗ്രഹിച്ചു ദുർവാസാവ് മഹർഷി. അവിടുത്തെ അങ്ങോട്ട് എണീറ്റ് എല്ലാ ദിക്കിലും പോയിട്ട് എന്ത് പാടാൻ തുടങ്ങി? ഞാൻ ഇന്ന് കണ്ടു. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാകസോപി യദ്രാജൻ. ഇന്ന് ഞാൻ മനസ്സിലാക്കി വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം. അവരെ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് ഉപകാരം ചെയ്യും. അങ്ങോട്ട് ഉപദ്രവിച്ചാലും ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് ഉപകാരം ചെയ്യും. ഭക്തന്മാരെ ഉപദ്രവിച്ചാലും ലാഭ. എന്താണ്? ഉപദ്രവിക്കരുതേ, അതല്ല. കാരണം അവരിങ്ങോട്ട് ഉപദ്രവിക്കില്ല. ചന്ദനമരം പോലെയാ. കോടാലി കൊണ്ട് വെട്ടി വെക്കൂ ചന്ദനത്തെ, എന്താ ഉണ്ടാവുക? വെട്ടിയിട്ടേ ആ കോടാലിന്ന് വാസം ചോക്കൂ. ഹാ സുഗന്ധം. വെട്ടിയ കോടാലിക്ക് പോലും സുഗന്ധം കൊടുത്തിട്ടാണ് ആര് വീഴുക? അതാണ് ചന്ദനം. ഇതുപോലെയാണ് ഭക്തന്മാർ. ഇങ്ങോട്ട് ദ്രോഹിച്ചവനാണെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള മട്ടിൽ അവർക്കും നന്മ പ്രാർത്ഥിച്ചും കൊണ്ട് അവർ വീഴുള്ളൂ. ഇതാണ് ഭക്തന്മാരുടെ മഹത്വം എന്നങ്ങനെ അംബരീഷന്റെ മഹത്വം പാടി നടന്നു ദുർവാസാവ് മഹർഷി. ഈ വംശത്തിലാണ് യുവനാശ് എന്ന് പേരായിട്ടൊരു രാജാവ്. ആ രാജാവ് പ്രസവിക്കുകയുണ്ടായത് പറഞ്ഞപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു, എന്തേ ഉണ്ടായി രാജാവ് പ്രസവിക്കുക? അതെന്താ വെച്ചാൽ രാജാവ് തൻ്റെ പത്നി ഗർഭിണിയാവണം എന്ന് സങ്കല്പിച്ച് അങ്ങനെ അവിടെ ഋഷിമാര് തീർത്ഥം ജപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നായാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ലേശം വൈകി. രാത്രിയാണ് സമയം, എല്ലാവരും കിടന്നുറങ്ങല്ലേ, ഉറക്കമൊന്നും കളയണ്ട കരുതി ഇദ്ദേഹം ദാഹിച്ചപ്പോൾ എന്തെടുത്ത് കുടിച്ചു. ഈ അടച്ചു വെച്ച തീർത്ഥത്ത് അദ്ദേഹം കുടിച്ചു. പിറ്റേന്ന് രാവിലെ ബ്രാഹ്മണർ വന്നതിന്റെ ബാക്കി മന്ത്രം ജപിക്കാൻ പുറപ്പെടുമ്പോൾ തീർത്ഥം കാണാതെ അവർ മൂക്കത്ത് വരൽ വെച്ച് എവിടെ പോയി തീർത്ഥം എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, നുവാമെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞു. അതോടുകൂടി മൂക്കത്തുള്ളവരുടെ തലയ്ക്ക് പോയി ബ്രാഹ്മണരുടെ. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ചോദിച്ചു, എന്താ അത്ര പരിഭ്രമം? എല്ലാവരും പരിഭ്രമിക്കാൻ എന്താ കാരണം ചോദിച്ചു. ഒന്നുമില്ല, അങ്ങയുടെ ഭാര്യ പ്രസവിക്കണം എന്നുള്ള മട്ടിൽ ജപിച്ചു വെച്ചതാ. അപ്പൊ അങ്ങെടുത്ത് കുടിച്ചാൽ അദ്ദേഹം ചോദിച്ചു, ഇനിയിപ്പം ഞാൻ പ്രസവിക്കേണ്ടി വരുമോ? വെറുതെ അങ്ങനത്തെ ഓരോ വർത്തമാനം ചോദിക്കാതിരിക്കുക, അതാ വേണ്ടത്. ചില അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ. അറിയില്ല, ഇതിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇനി അടുത്ത ദിക്കിൽ പോയിട്ട് ഇങ്ങനെ ജപിക്കുമ്പോൾ ആലോചിക്കാം. ഒരാൾ ചോദിച്ചാൽ പറയാം എന്താ ഉണ്ടാവുക, ഇങ്ങനെ മാറിക്കുടിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും. ചുരുക്കം പറയാം, രാജാവിന് 2 മാസം ഗർഭിണി എന്ന് പറയാൻ വയ്യല്ലോ. എന്തായാലും അങ്ങനെയായി. ഒരു 9 മാസമായി. കുറച്ച് കഴിഞ്ഞ് വയറം കണ്ട് കയറി കുട്ടിയെ കണ്ടെടുത്തു. ഈ കാഴ്ച കാണാൻ പലരും വന്നു. ഇന്ദ്രനും വന്നിട്ടുണ്ട്. കുട്ടി കരച്ചിലോട് കരച്ചിൽ, അതിന് കൊടുക്കാനൊന്നുമില്ല, അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇന്ദ്രൻ തന്നെ അമൃതോട്ട വിരലെടുത്ത് വായിൽ വെച്ച് കൊടുത്തു. മാം ധാത എന്ന് പറഞ്ഞു, എന്നെ കുടിച്ചോളൂ. മാം എന്നെ, ധാത കുടിച്ചോളൂ. പേര് കിട്ടി. അങ്ങനെയാണ് ആ ഉണ്ണിയുടെ പേര് മാം ധാതാവ് എന്നായി. വലിയ കേമന അദ്ദേഹം, വലിയ രാജാവാണ്. അദ്ദേഹം കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്ന് ധാരാളം ദിക്കിൽ തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തിരുമാന്താങ്കുന്ന് ആ പേര് വരാൻ കാരണം. അതായത് അവിടെ കുറെ കാലം തപസ് ചെയ്തു. അവിടെ അങ്ങാടിപ്പുറം ഒരു ഭഗവതി അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെ ആ മാന്ധാതാവിന് അനവധി മക്കളാണ്. അതിലെ കുറച്ച് 50 പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്. ആ 50 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചത് ഒരാളാണ്. പേര് സൗഭരി. അമ്മ ചോദിച്ചു എന്തേ ഉണ്ടായി? സൗഭരി മഹർഷി ആദ്യമൊന്നും വിവാഹം കഴിക്കണ്ട പറഞ്ഞിരുന്നു. ആദ്യകാലത്തൊന്നും വേണ്ട, വിവാഹമൊന്നും വേണ്ട, വിവാഹം ശരിയാവില്ല എന്ന് മാത്രമല്ല, വിവാഹം കഴിച്ചവരെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു സ്വഭാവം. വിവാഹം കഴിച്ചവരെ ഇഷ്ടമല്ല പറഞ്ഞാൽ കുടുംബം ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കാരണം കഴിച്ചവർ തന്നെയാണ് അധികം ലോകത്തുണ്ടാവുക. വിവാഹം കഴിച്ചവരൊന്നും കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരിക്കലും പറയരുത്. ഈ ലോകത്തുള്ളതൊന്നും കാണാൻ വയ്യ എന്ന് പറയണ്ട. നമ്മളതിൽ വല്ലാതെ ശ്രദ്ധിക്കാൻ പോകണ്ട, എന്നാൽ മതി. അത്രയേ വേണ്ടൂ. അതിൽ പെടാണ്ട് നോക്കിയാൽ മതി. ഇദ്ദേഹം നാട്ടിലെല്ലാവരും ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നാട് വിട്ട് കാട്ടിൽ പോയി. കാട്ടിൽ തപസ് ചെയ്യാൻ. കാട്ടിലങ്ങനെ തപസ് ചെയ്ത് കുറച്ചു കാലം തപസ് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അവിടെ ഉണ്ടെന്ത്, അവിടെ സിംഹത്തെ കല്യാണം കഴിക്കുന്നുണ്ട്. രജിസ്റ്റർ ഓഫീസ് പോകണമെന്നില്ല, എന്നാലും
അങ്ങനെ ഒപ്പിടണമൊന്നുമില്ല, അങ്ങനെ മാല ചേർത്ത് അങ്ങനെയൊന്നും ഉണ്ടാവും. എന്നാലും കല്യാണം അവിടെയുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ശരിയല്ല, ഇവിടെ ശരിയല്ല തോന്നി. അങ്ങനെ അദ്ദേഹം കാളിന്തി നദിയിൽ മുങ്ങി തപസ് ചെയ്യാണ്. അങ്ങനെ കാളിന്തി നദിയിൽ തപസ് ചെയ്ത് കുറച്ചു കാലം തപസ് കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നപ്പം മത്സ്യത്തിന്റെ ഭാര്യ മത്സ്യക്കുട്ടനും കൂടി ദേവയ്ക്ക് പോവുക, ആവേശം കാണാൻ എല്ലാവരും കൂടി. ഈ എൻ്റെ ദൈവമേ, അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കഷ്ടം തന്നെ, കഴിക്കായിരുന്നു, നേരത്തെ കഴിക്കായിരുന്നു. ഇത്രയും പ്രായമായി, 95 വയസ്സായി, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കേട് തന്നെയാണ് രസം. അതിനാണ് അങ്ങനെ ഒരു വിധി ലോകത്ത് വെച്ചത്. ആരാ കഴിക്കേണ്ട പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു? അതിനാണ് വിവാഹം കഴിക്കാൻ ഉള്ളൊരു ആവേശം ഉണ്ടാവും, ഒരു ത്വര ഉണ്ടാവും. അതുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം. അപ്പം അത്രയേ ഉള്ളൂ, മനസ്സിലാവും. അന്നീ ഭാഗവതം വായിക്കാം. അയാൾ അതന്നെ വിചാരം വെച്ചാൽ ഇങ്ങോട്ട് എത്തില്ല. അങ്ങനെ വിവാഹം തന്നെ ലക്ഷ്യം. അത് മോക്ഷമായിട്ട് കണക്കാക്കിയാൽ വയ്യ. അതങ്ങോട്ട് പോകാനാണെന്ത്, വിവാഹം കഴിച്ചോളൂ. വിവാഹം കഴിച്ചു, കുട്ടിയൊക്കെ ആയി. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഈശ്വര ഭജിക്കുക, അതുപോലെ തിരിയണം. ഇദ്ദേഹത്തിന് ഇപ്പം എന്ത് പറ്റി ചോദിച്ചാൽ, ഇദ്ദേഹം തപസ് ചെയ്യുമ്പോഴൊക്കെ ചിന്ത തന്നെയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി, വിവാഹം കഴിക്കണം എന്നുള്ള മോഹം. അപ്പോഴേക്കും പ്രായം കുറേ ആയി. ആരാപ്പം വിവാഹം കഴിച്ചു തരുന്നത് എനിക്ക് കുട്ടിയെ? അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഇവിടെ മാന്ധാതാവ് എന്ന് പറഞ്ഞൊരു രാജാവിനാണെച്ചാൽ കുറേ മക്കളുണ്ട് മനസ്സിലായി. ഇപ്പം വീട്ടിൽ കുറേ ഉണ്ടെങ്കിൽ ഒന്നിനെ കിട്ടില്ലേ, ഒന്നൊക്കെ ഉള്ളൂ കിട്ടില്ല. ഇയാളെ ഈ കോലത്തിന് എങ്ങനെയാപ്പം ആരെയാ കൊടുക്കുക? ആരും കൊടുക്കില്ലേ. അപ്പം അദ്ദേഹം വിചാരിച്ചു, ഇത്രയും പെൺകുട്ടികളുള്ള സ്ഥിതിക്ക് ചോദിച്ചു നോക്കാൻ കരുതി അദ്ദേഹം ഒന്ന് ചോദിച്ചു, മാന്ധാതാവേ, അങ്ങയുടെ 50 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? മാന്ധാവ് നല്ലോണം നോക്കി ഇയാളെ, കേശാദിപാദം കണ്ട് നോക്കിയ സമയത്ത് എത്ര കാല വെള്ളത്തിൽ വലിയ ഏജതുക്കാ തലക്ക് ഇങ്ങനെ ആടുകയാണ്. അടുത്തേക്ക് വരുമ്പോഴേക്കും ദുർഗന്ധം. എങ്ങനെ ഇയാൾക്ക് ചോദിക്കാൻ തോന്നി, സുന്ദരികളായിട്ടുള്ള എൻ്റെ 50 പെൺകുട്ടികളിൽ ഒരാളെ എങ്ങനെ ഞാൻ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക? എന്നാൽ തരില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ശപിക്കും. കാരണം തപസ്സുണ്ടേ, തരില്ല പറയാൻ വയ്യ, കൊടുക്കാൻ വയ്ക്കും, അതും വയ്യ. എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതെ മഹർഷി, അങ്ങേ പോലെ ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു തരാൻ സാധിക്കുക പറഞ്ഞാൽ ഭാഗ്യല്ലേ? ഇതല്ലേ ഭാഗ്യല്ലേ? പിന്നെ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ, കുട്ടികൾക്കും ഇഷ്ടാവണം. എന്താണ്? രക്ഷപ്പെട്ടു. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവില്ലല്ലോ, ഇയാളുടെ ഈ ഒരു പ്രകൃതം കണ്ടാൽ ആർക്കാ ഇഷ്ടാവുക? അത്രയൊക്കെയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ അങ്ങോട്ട് പോകും, ഇയാൾ ഇഷ്ടമാണോ ചോദിക്കും, ആരും ഇഷ്ടമല്ല പറയും. അദ്ദേഹം വിഷമിച്ച് അങ്ങനെ പോകുമ്പോൾ അടുത്ത് പോയിട്ട് സമാധാനിപ്പിക്കുക. എന്താ ചെയ്യുക, പണ്ടത്തെ കാലം വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര കുട്ടികളൊക്കെ അച്ഛനമ്മമാരുടെ കേൾക്കും, അവർക്ക് കോളേജിലൊക്കെ പോയിട്ട് ഓരോ രീതിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാ. സൗകര്യക്ക് സംഗതി മനസ്സിലായി. അദ്ദേഹം സിദ്ധനാണേ. അദ്ദേഹം ഒരു ഭാഗത്ത് അങ്ങോട്ട് പോയിരുന്നു, മറ്റോ പലകെട്ടിരുന്ന് കണ്ണടച്ചു, മൂക്ക് പിടിച്ചു, ശ്വാസം കണ്ട് വലിച്ചപ്പോഴേക്കും രൂപം കണ്ട് മാറി. ഒന്നുമല്ല. ഇദ്ദേഹം അങ്ങോട്ട് ചെന്നു, എന്നിട്ട് ആ പൂന്തോട്ടത്ത് പോയിട്ട് ചോദിച്ചു, അതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആരാപ്പം എന്നെ വിവാഹം കഴിക്കണോ എന്ന് ചോദിച്ചു. എല്ലാവരും കൈവന്തിച്ചു. എന്നാൽ തിരക്കൂട്ടണ്ട, ഒരു വരിയായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ ഒരു ജാഥ നയിച്ചങ്ങോട്ട് പോയി. മാന്ധാതാവ് അങ്ങനെ നോക്കി നിന്നു, അല്ലാതെ എന്ത് പറയാന്. 50 കുട്ടികളെയും അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഓരോ കുട്ടികളിലും ഓരോ ഭാര്യമാരിലും അങ്ങനെ കുറേ കുട്ടികളുണ്ടായി. 500 മക്കളുണ്ടായി എന്നൊക്കെയാണ് ഭാഗവത്തിൽ പറയണത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഉള്ളിലുള്ള വിഷയവാസന ത്വര കാണിക്കുകയാണ്. ഒന്നും വേണ്ട പറഞ്ഞ ആളാണ്. അവസാനം എന്ത് പറ്റി? കുറച്ചു കാലം കഴിഞ്ഞു അദ്ദേഹം എഴുതി വെച്ചൊരു ശ്ലോകം നമുക്ക് വേണ്ടി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ട വിഷയം പറയാണ്. അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിനഃ സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചരപ്രസംഗാത് പ്രച്യാപിതം ബ്രഹ്മചിരം ധൃതം യത്. എൻ്റെ ബ്രഹ്മചര്യം അതങ്ങനെ ഊർധ്വരേതസ് തപസ്സു കൂടി വരുമായിരുന്നു. ഞാൻ ഭഗവാനിലെത്തായിരുന്നു കുറച്ചും കൂടി ഇങ്ങോട്ട് സഞ്ചരിച്ച. പക്ഷെ ആ സമയത്ത് വെറുതെ ഒന്നും ഞാൻ അത്രയ്ക്കായോ, ഞാൻ എല്ലാത്തിനും ജയിച്ചല്ലോ എന്നുള്ള മട്ടിൽ ഞാൻ കണ്ണും തുറന്നതാ. അപ്പോഴാണ് മത്സ്യത്തിന്റെ മൈഥുനം കണ്ടത്. എന്തോ ജന്തു, ചെറിയ ജലജീവിയാ. അതിന്റെ മൈഥുനം കണ്ടപ്പോഴേക്ക് എനിക്ക് വികാരം ഉണ്ടായില്ലേ. അതുകൊണ്ട് നെടലിപ്പ് ഈ അപകടമൊക്കെ ഉണ്ടായത്. നെടുപ്പന്തേ നേടി ആകെ എൻ്റെ തപസ് ചോർന്നു പോവല്ലേ ഉണ്ടായത്. അതുകൊണ്ട് അല്ലയോ സാധകന്മാരെ, ബ്രഹ്മചാരികളെ, നിങ്ങൾ പരീക്ഷിക്കാൻ പോണ്ട. കാഴ്ച കണ്ട് പറ്റും, ഞാൻ ജയിച്ചു, ഒന്നും വേണ്ട, എന്തിനാ വെറുതെ എവിടെയെങ്കിലും ഒന്ന് പോയി സമാധാനമായിട്ട് നാമം ജപിച്ചിരിക്കുക എന്നല്ലാതെ താൻ എല്ലാത്തിനെയും ജയിച്ചു എന്നൊന്നും ഒരിക്കലും ആരും അഭിമാനിക്കാൻ നിൽക്കണ്ട. ശങ്കരാചാര്യർ പറയും, അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. കാമം എത്ര കാലം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ മരിച്ചു കഴിഞ്ഞൊരു 10 മിനിറ്റ് കൂടി ഉണ്ടാവും. എന്താണ്? അതങ്ങനെ തീരൊന്നുമില്ല. അതാണ് തമാശയായിട്ട് പറയട്ടോ, മരിച്ചാണ്ടാവില്ല, അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പരീക്ഷിക്കാൻ നിൽക്കണ്ട. ശാന്തനായിട്ടിരിക്കുക. ലോക വിഷയങ്ങൾ കാണാനും കേൾക്കാനൊന്നും പോണ്ട. അപ്പോഴാണ് ഭഗവാനെ മറക്കുക.
അതുകൊണ്ട് ഇനി ഞാൻ ലോകവിഷയങ്ങൾ കാണില്ല, ഒന്നിൻ്റെയും ഇനി ശ്രദ്ധിക്കില്ല, ഞാൻ ഭഗവാനെ മാത്രം ശ്രദ്ധിച്ച് കഴിയുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാട്ടിലേക്ക് പോയി ഭഗവാനെ ഭജിച്ചു, നേരെയായി. ഇതാണ് സൗഭരിയുടെ കഥ. ഈ വംശം വർണ്ണിക്കുമ്പോൾ അതിൽ തൃശങ്കു, ഇതൊക്കെ വളരെ കേമാണ് കഥ. പക്ഷെ എല്ലാം വിസ്തരിക്കാൻ സപ്താഹത്തിൽ അല്ലെങ്കിൽ തന്നെ നേരമില്ല. ഇതൊന്നും വർഷശതയിലപി 100 വർഷം ഉണ്ടെങ്കിൽ തീരില്ല കഥകൾ. അപ്പോഴാണ് നമ്മൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. പേരൊക്കെ ഒന്ന് പറഞ്ഞു പോകും, അത്രേ പറ്റുള്ളൂ. തൃശങ്കു സ്വർഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നോക്കുക, മനസ്സിലാക്കുക. ഗൂഗിളിലല്ല, ഏതെങ്കിലും പുസ്തകത്തിലൊക്കെ നോക്കിയിട്ട് പുരാണമൊക്കെ നോക്കി മനസ്സിലാക്കുക. ആ തൃശങ്കുവിൻ്റെ മകൻ ഹരിശ്ചന്ദ്രൻ കേമനാണ്. മഹാഭാരതത്തിലൊക്കെ വലിയ കഥ കാണാം. അദ്ദേഹം കളവ് പറയില്ല. പണ്ട് പറഞ്ഞിരുന്നു, ചെറിയ അബദ്ധമൊക്കെ പറ്റി. ഇതാണ് ഭാഗവത്തിലെ കഥ. അതിനുശേഷം അദ്ദേഹം ഉറപ്പിച്ചു, ഇല്ല, ഇനി മേലാൽ ഞാൻ കളവ് പറയില്ല. കളവ് പറഞ്ഞാൽ അപകടം ഉണ്ടാവും. നമ്മളത് അങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കളവ് വീണ്ടും വീണ്ടും പറയുന്നത്. അതിൻ്റെ അപകടം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം പിന്നെ കളവ് പറഞ്ഞിട്ടില്ല. ആ കഥ, ഹരിശ്ചന്ദ്രൻ്റെ കഥ. ആ വംശം വർണ്ണിച്ചു വരുമ്പോൾ സകര രാജാവ്, അദ്ദേഹത്തിൻ്റെ 60,000 മക്കൾ. ആ 60,000 മക്കൾ അവർ മരിച്ചു. എങ്ങനെ? കപിലൻ കണ്ണു തുറന്നു, ഇവർ മരിച്ചു. കപിലൻ്റെ നേരെ ഇവർ മോശമായിട്ട് പുറപ്പെട്ടു. അതാ പറ്റിയത്. അവർ യാഗം ചെയ്യണ സമയത്ത് അശ്വത്തെ ഇന്ദ്രൻ കൊണ്ടുപോയി. ഇന്ദ്രന്റെ പിന്നാലെ ചെന്നു ഇവർ. ഇന്ദ്രൻ കൊണ്ടുപോയിട്ട് കപിലന്റെ ആശ്രമത്തിൽ കെട്ടി ഈ യജ്ഞ പശുവിനെ, ഈ കുതിരയെ. കപിലൻ ധ്യാനിച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആ കുട്ടികളെന്ന് വിചാരിച്ചു. അവർ വിചാരിച്ചു കപിലനാണ് തട്ടിക്കൊണ്ടുവന്നു. കപിലന്റെ നേരെ ആയുധമായിട്ട് വന്നു. കപിലൻ കണ്ണങ്ങോട്ട് തുറന്ന സമയത്ത് അവരൊക്കെ മരിച്ചു. നമ്മുടെ ദുഷ്ടതയായിട്ട് സജ്ജനങ്ങളുടെ നേരെ പോയാൽ അത് തിരിച്ചടിക്കും. സജ്ജനങ്ങൾ അടിക്കുന്നതല്ലത്. മഹാത്മാക്കളുടെ നേരെ നമ്മൾ ഏത് ഭാവത്തിലാണോ പോയത് അത് നമ്മളെ തിരിച്ചടിക്കുക ചെയ്യുക. ചുമരിൻ്റെ മുകളിലേക്ക് പന്തറിനാന്ന് ഉണ്ടാവുക, അത് നമ്മുടെ മണ്ടയ്ക്കനെ വന്നടിക്കും. എന്നിട്ട് പറയും നമ്മൾ, ചുമരെൻ്റെ നേരെ പന്തറിഞ്ഞു. അല്ലല്ല, ചുമരൊന്നും ചെയ്തില്ല, അങ്ങോട്ട് എറിഞ്ഞു ഇങ്ങോട്ട് കിട്ടി, ഇത്രയേ ഉള്ളൂ. കപിലൻ കൊന്നു എന്ന് പറയാൻ വയ്യ. കപിലൻ്റെ അടുത്തേക്ക് ഇവർ ദുർബുദ്ധിയായിട്ട് പോയതുകൊണ്ട് അവർ മരിച്ചു. അതുകൊണ്ട് നല്ലൊരു മരണമല്ല ഉണ്ടായത്. ഈ വംശം ആ സകരൻ്റെ വേറൊരു മകൻ, ആ മകൻ്റെ കഥ പിന്നെ വർണ്ണിച്ചു. കാരണം ഈ അസമഞ്ജസൻ്റെ മകനാണ് അംശുമാൻ. തൻ്റെ 60,000 പിതൃക്കൾക്ക് മുക്തി കിട്ടണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കപിലനെ പോയി കണ്ടു. ആകാശഗംഗ ഭഗവാന്റെ പാദതീർത്ഥം, വാമനമൂർത്തിയുടെ പാദതീർത്ഥാണത്. അത് ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ 60,000 പേർക്ക് മുക്തി കിട്ടുമെന്ന് മനസ്സിലാക്കി. അതിനുവേണ്ടി കുറേ ശ്രമിച്ചു ആ രാജാവെങ്കിലും അയാൾക്ക് പറ്റിയില്ല. പിന്നെ ആ അംശുമാന്റെ മകൻ ദിലീപൻ കുറേ ശ്രമിച്ചു നോക്കി. ദിലീപന്റെ ഒക്കെ കഥ വളരെ പ്രസിദ്ധമാണ്. പക്ഷെ അദ്ദേഹത്തിനും ഈ ആകാശഗംഗയെ ഭൂമിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ആർക്കാ സാധിച്ചത്? ദിലീപന്റെ മകനാണ് ഭഗീരഥൻ. ഈ ഭഗീരഥനാണ് ആകാശഗംഗയെ ഭൂമിക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ആദ്യം പരമശിവനെ ഭജിച്ച് ആയുസ് വാങ്ങി. അത് കഴിഞ്ഞ് ഗംഗാദേവിയെ തപസ്സിത് പ്രത്യക്ഷപ്പെടുത്തി. അമ്മ ഭൂമിക്ക് വരണമെന്ന് പറഞ്ഞു. കൂട്ടാക്കിയില്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാപികൾ വന്നു മുങ്ങും. ഇല്ല അമ്മേ, പാപികൾ മാത്രമല്ല, ഇവിടെയും ഭാഗവതം വായിക്കുന്നവരൊക്കെ ഇല്ലേ, കേൾക്കുന്നവരൊക്കെ ഇല്ലേ, സജ്ജനങ്ങൾ നാമം ജപിക്കുന്നവരുണ്ടല്ലോ കുറച്ചാണെങ്കിലും. ഭാരതത്തിലേക്ക് ഒരു സന്യാസിമാരുണ്ടമ്മേ, അവരൊക്കെ വന്ന് മുങ്ങില്ലേ, പാപികൾ മാത്രമല്ലല്ലോ. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഗംഗ സംബോധിച്ചു. പക്ഷെ ഗംഗ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും എൻ്റെ ശക്തി ഭൂമിക്ക് താങ്ങാൻ പ്രയാസം വിട്ടു. ഞാനങ്ങോട്ട് ചാടുമ്പോൾ ചിലപ്പോൾ ഭൂമി അങ്ങോട്ട് പൊട്ടിപ്പോവും. താങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി. നല്ലൊരു അഹന്ത, അന്ന് വലിയ അഹന്ത ഉണ്ടായിരുന്നു അവർക്ക്, ഈ ഗംഗയ്ക്ക്. അങ്ങനെ പരമശിവനെ വിളിച്ചു. ഭഗീരഥൻ വന്ന് താങ്ങുമോ ചോദിച്ചു. എന്താ പ്രശ്നം? ഗംഗയെ താങ്ങാനല്ലേ? ആവാം, ഗംഗാദേവി വരണം. പരമശിവൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗംഗ പരമശിവനൊക്കെ പറ്റുമോ? തന്നെ താങ്ങാൻ പറ്റുമോ? ആയിക്കോട്ടെ, നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗംഗാദേവി പരമശിവന്റെ മുടിക്ക് അങ്ങോട്ട് ചാടി. പരമശിവൻ അറിഞ്ഞില്ല. പരമശിവൻ മുടിയൊക്കെ നേരേക്ക് ഇങ്ങനെ വെച്ചു. ഗംഗ ഇങ്ങോട്ട് ചാടി. ആരറിഞ്ഞില്ല? പരമശിവൻ 8:30 9:30 10:10 ചോദിച്ചു, ഭഗീരഥ എവിടെ? ഗംഗ എവിടെ ചോദിച്ചു. ഭഗീരഥൻ പറഞ്ഞു, 8:30 വന്ന് തലയിലിരിക്കുന്നുണ്ട് ഗംഗ. അതെയോ? അപ്പൊ തനിക്കിപ്പോൾ അത് വേണം അല്ലേ? വേണം. എന്താ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ തപ്പി ഒരു 7 മുടി അത് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ടു. അതിൽ നിന്നാണ് ഒരു തുള്ളി വീണത്. അതാണ് ഇവിടെ കുത്തിയൊലിച്ച് നടക്കണ ഗംഗ. ഭാരതത്തിലുള്ള ഗംഗ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു പ്രഭാവം. അത് പരമശിവന്റെ ശിരസിലെ ഒരഴയിലത്തെ തുള്ളിയാണെങ്കിൽ എന്തായിരിക്കും പരമശിവന്റെ പ്രഭാവം? എന്നിട്ടും ഗംഗയുടെ അഹന്ത പോയില്ല. അതങ്ങനെ കുത്തിയൊലിച്ചങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ജന്മമഹർഷി കണ്ടു. അദ്ദേഹം ഗായത്രി ജപിക്കാൻ അങ്ങനെ തർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ഗംഗ അങ്ങനെ വരുന്നു. അതിൻ്റെ അഹങ്കാരം കണ്ടപ്പോൾ അദ്ദേഹം എടുത്താണ്ട് വിഴുങ്ങി കഴിഞ്ഞു. ഗംഗ ഉള്ളിലെത്തി. ഭഗീരഥൻ വന്ന് കാൽക്കലും കൊണ്ട് പറഞ്ഞു, പറ്റില്ല, ആ ഗംഗയെ തരണം. എന്നാലും എൻ്റെ 60,000 പിതൃക്കൾക്ക് മുത്തശ്ശന്മാരാണ്, അവർ മുക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഗംഗയെ അങ്ങോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ജന്മമഹർഷിക്ക് പാവം തോന്നി. അദ്ദേഹം തൻ്റെ വലത്തെ ചെവിയിലൂടെ ഗംഗയെ പുറമേക്ക് വിട്ടു എന്നാണ് കഥ. അങ്ങനെയാണ് ഗംഗയ്ക്ക് വേറൊരു പേര് ജാഹ്നവി, ജന്നുവിൻ്റെ മകൾ. അങ്ങനെയാണ് ബ്രാഹ്മണരുടെ വലത്തെ ചെവിയിൽ ഗംഗ ഉണ്ടെന്നൊരു സങ്കല്പം. ഇനിയിപ്പം
വേനൽക്കാലമൊക്കെ വെള്ളമൊന്നും ഉണ്ടാവില്ല. കൈ ശുദ്ധാക്കൊക്കെ വേണം എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെയാക്കിയാൽ മതി. ഈ ചെവിയിൽ സങ്കൽപ്പാട്ടോ അവിടെ വെള്ളത്തിന് വെള്ളം വേണ്ടേ? ഊണിലൊക്കെ ഇങ്ങനെ ഇരുന്നത് അതുകൊണ്ടാ അത് ശുദ്ധം മാറാണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സങ്കല്പം, അത് ഈ കഥയാണ് പ്രമാണം. അങ്ങനെ ഭൂമിയിലേക്ക് എത്തി ഈ ഗംഗ. അങ്ങനെ 60,000 പിതൃക്കൾക്കും മുക്തി കിട്ടി. അങ്ങനെ ഭഗീരഥൻ കൊണ്ടുവന്നുകൊണ്ട് ഗംഗയ്ക്ക് വേറൊരു പേര് ഭാഗീരഥി. ഇത്രയ്ക്കധികം വലിയ പ്രയത്നം ആര് ചെയ്യും? പെറ്റ അമ്മയെ തന്നെ നോക്കണില്ല ആരും. ഇങ്ങനെയാണ് ലോകത്തിന്റെ കഥ. അങ്ങനെ ഇരിക്കരുത്. പെറ്റമ്മ അച്ഛൻ്റെ കാര്യമല്ല പറയണത്, തൻ്റെ മുതുമുത്തശ്ശന്മാരാ 60,000 പേര്. അവർ മരിച്ചു പോയതാ. എന്നാലും അവർക്ക് സൽഗതി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം, അതിനുവേണ്ടി തൻ്റെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിവെച്ചു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഉള്ള അയാളുടെ അച്ഛനെയും അമ്മയാളെ എങ്ങനെ നോക്കുന്നുണ്ടാവും? അവിടെ പറയണില്ല, ഊഹിച്ചൂടെ? അതാണ് പിതൃഭക്തി. എന്തൊരു താല്പര്യം അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയാൻ കാരണം അതാണ്. വലിയ പ്രയത്നത്തിലൊക്കെ എന്താ പറയും? ഭഗീരഥ പ്രയത്നം, വലിയ പ്രയത്നം. നമ്മൾ ഊണ് കഴിച്ചിരിക്കുമ്പോഴാണ് പറയാം ഭഗീരഥ പ്രയത്നം കഴിഞ്ഞാണ്. അതല്ല, അങ്ങനെയൊന്നും പറഞ്ഞതിനെ കുറയ്ക്കരുത്. കാരണം ലോകസേവ, തൻ്റെ പിതൃക്കൾക്ക് മുക്തി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അതാണ് ഭഗീരഥന്റെ കേമത്വം. ഈ വംശത്തിലാണ് ഘട്ടുവാങ്ക എന്ന പേരായിട്ട് ഒരു രാജാവ്. അയാളുടെ മകനാണ് ദീർഘബാഹു. അയാളുടെ മകനാണ് രഘു. രഘുവിന്റെ വംശം വളരെ പ്രസിദ്ധമാണ്. രഘുവംശം കാളിദാസനൊക്കെ എഴുതിയിട്ടുണ്ട്, ഗംഭീരാണ്. സൂര്യവംശത്തിലെ രഘു, ചന്ദ്രവംശത്തിലെ യദു. രഘുവംശത്തിലാണ് ശ്രീരാമൻ, യദുവംശത്തിലാണ് ശ്രീകൃഷ്ണൻ. ഘട്ടുവാങ്കന്റെ മകൻ ദീർഘബാഹു, ദീർഘബാഹുവിന്റെ മകൻ രഘു, രഘുവിന്റെ മകനാണ് അജൻ, അജന്റെ മകനാണ് ദശരഥൻ. ദശരഥന്റെ മക്കളായിട്ട് ഭഗവാൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ, രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായിട്ട് അവതരിച്ചു. 2 അധ്യായത്തിൽ രാമായണം. ഗുരുവർത്ഥേ ത്യക്തരാജ്യ വ്യജരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാ പാണിസ്പർശാക്ഷമാഭ്യാം രജിതപഥരുചോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛൂർപ്പണഖ്യാ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭഃ ത്രസ്താബ്ധിഃ ബദ്ധസേതുഃ ഖരതവദഹനഃ കോസലേന്ദ്രോ അവതാന്നഃ. ആ കോസലേന്ദ്രൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ. ഏത് കോസലേന്ദ്രൻ? ഗുരുവർത്ഥേ ത്യക്തരാജ്യഃ, രാജ്യം ത്യജിച്ച രാമൻ. എന്താണ് ശ്രീശുകർക്ക് ഇഷ്ടം? ശ്രീശുകർ ത്യാഗിയാണ്, സർവസംഘ പരിത്യാഗിയാണ്. അങ്ങനെയുള്ള ആ ശ്രീശുകർക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ത്യജിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. നമുക്കാരും ഇഷ്ടം എന്തൊക്കെ നേടി നോക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുക. എത്ര ഫ്ലാറ്റ് ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എത്ര എപ്പം വരാ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എത്ര കാറുണ്ട്, എത്ര ഉറുപ്പ്യ ശമ്പളം വാങ്ങുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾക്ക് കേമത്തം കണക്കാക്കുക. എന്നാൽ വിവേകികൾ അങ്ങനെയല്ല. എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ ത്യജിച്ചു, അത് നോക്കിയിട്ടാണ് കേമത്തം കണക്കാക്കുക. ഇവിടെ സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ശ്രീശുകർക്ക് രാമന്റെ വിവാഹ കഥയോ രാമനെ അഭിഷേകം ചെയ്തതെന്നല്ല പറയാനുള്ളത്. പിന്നെയോ ത്യക്തരാജ്യ, അയോധ്യ എന്ന വലിയ രാജ്യം കൈ കിട്ടിയതാ, ഒഴിവാക്കി. രാമനെ ഭരിക്കായിരുന്നു. അച്ഛനെ ജയിലിലിട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? രാജ്യം ഭരിക്കായിരുന്നു. പ്രജകളൊക്കെ ഒപ്പാ. കൈകൈ മാത്രമേ ഉള്ളൂ വേറെ, ബാക്കി എല്ലാവരും രാമന്റെ ഒപ്പാണ്. കൈകിയെ മാറ്റി നിർത്തിട്ട് എന്ത് ചെയ്യായിരുന്നു? രാജ്യം ഭരിക്കായിരുന്നു. കൈ കിട്ടിയതാ. ത്യക്തരാജ്യ, അതാണ് രാമന്റെ മഹത്വം. രാജ്യം ത്യജിച്ച കേമന പോലെയല്ല, അത് ധർമ്മപുത്രർ ത്യജിച്ചില്ലേ രാജ്യം. എങ്ങനെ? ചൂത് കളിച്ചിട്ട്. അങ്ങനെ പറ്റില്ല, അത് ധൂർത്ത് കാണിച്ചതാ. ചൂത് കളിച്ചിട്ട് ശ്രദ്ധിക്കാണ്ടേ. ഇതങ്ങനെയല്ല. ഗുരുവർത്ഥേ, എന്തിനു വേണ്ടിയിട്ട്? അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ, അച്ഛന് ചീത്തപ്പേരില്ലാണ്ടിരിക്കാൻ, അച്ഛൻ സത്യസന്ധനാവണം, അതിനു വേണ്ടിയിട്ട്. ഗുരുവർത്ഥേ ത്യക്തരാജ്യ വ്യചരതനുവനം, കാട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി. ഒരു പ്രശ്നവുമില്ല, കാട്ടിലേക്ക് ഇറങ്ങി. ശരി, രാമൻ ഇറങ്ങി, നമുക്ക് പറയാം രാമൻ ഇറങ്ങി, വേണം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാമന്റെ കൂടെ രാമന്റെ ഭാര്യ ഇറങ്ങി. അതാണ് കേമത്തെ, അതാണ് പതിവ്രതാരത്നം സീത. രാമൻ പറഞ്ഞു വേണ്ട, എൻ്റെ കൂടെ വരുന്നു വേണ്ട. കാരണം കൈകൈ പറഞ്ഞ് ഞാൻ പോകണമെന്നേ ഉള്ളൂ, നിങ്ങളാരും വരണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ പോയിക്കോളാം. പിന്നെ മാത്രമല്ല, കാട്ടിൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞ് നിനക്ക് കാട്ടിൽ കഴിയാൻ പ്രയാസമായിരിക്കും, സമയത്ത് ആഹാരം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാവും, വരണ്ട. സീത പറഞ്ഞു അങ്ങനെയല്ല, അങ്ങയുടെ നല്ല കാലത്തിലൊക്കെ സൗകര്യത്തിലൊക്കെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ദുഃഖമുള്ളപ്പോഴും ഞാൻ ഒപ്പം ഉണ്ടാവും. പോലെ അങ്ങയുടെ പിന്നാലെ ഞാൻ വരും. സഹധർമ്മശ്ചര്യത, ഒരുമിച്ച് നമുക്ക് ധർമ്മം അനുഷ്ഠിക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, അതുകൊണ്ട് ഞാൻ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ സീത പോയി. ശരി, നല്ല കാര്യം. എന്തിനാ ലക്ഷ്മണൻ പോയത്? ലക്ഷ്മണൻ പോകണമെന്ന് ആരും പറഞ്ഞില്ല. ശരി, സംഭവിച്ചു, ലക്ഷ്മണൻ പോയി. രാമനെ നോക്കാൻ സീത ഉണ്ട്, ലക്ഷ്മണന് ആരില്ല, ഭാര്യ ഒപ്പില്ല, ഒറ്റയ്ക്ക് പോയതാ. ഏട്ടനും എഴുത്തമ്മയ്ക്കും കാവൽ നിൽക്കുകയാണ്. ആര്? ലക്ഷ്മണൻ. അതാണ് ലക്ഷ്മണന്റെ മഹത്വം. എന്നാ എന്ത് പറയണം സുമിത്ര? ലക്ഷ്മണന്റെ അമ്മ എന്താ പറയേണ്ടത്? ഇന്നാണെങ്കിൽ എന്താ പറയാ ലക്ഷ്മണന്റെ അമ്മ?
നീ എന്തൊരു പൊട്ടനാടാ, ഇങ്ങോട്ട് വാ. ഇതിപ്പം മിക്കവാറും എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം, അമ്മ പറഞ്ഞുതരാം. ഭരതം എടുത്തു, പിന്നെ ആകെ പ്രശ്നമാവും. അങ്ങനെ ഭരതനും രാമനും തമ്മിൽ ഇങ്ങനെ പ്രശ്നമായി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ഥലം നിന്റെ പേരിൽ എഴുതാം. ലക്ഷ്മണൻ രാജാവ് കഥ മാറിയനെ ഇതാണ്. പിന്നെ വളഞ്ഞ ബുദ്ധിയല്ലാത്തതുകൊണ്ട് മാറിയതാണ്. സുമിത്രയും കൈകേയിയെ പോലെ ആയിരുന്നെങ്കിൽ ഏറ്റവും നല്ല അമ്മ എങ്ങനെയാവണം എന്നുള്ളത് പഠിക്കേണ്ടത് കൈകേയിൽ നിന്നല്ല, കൗസല്യയിൽ നിന്നല്ല, അത് സുമിത്രയാണ്. മകനെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നന്നായി മിടുക്കൻ. അമ്മ പറയാൻ നിൽക്കുകയായിരുന്നു, പക്ഷെ അതിന്റെ മുന്നേ നീ എന്ത് ചെയ്തു, പുറപ്പെട്ടു. അതാ വേണ്ടത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടയും വിദ്ധി ഗച്ഛതാത യഥാസുഖം. നീ പോയിക്കൊള്ളു. അമ്മ പോണ്ടാ പറയില്ല. ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടെന്നല്ല, പിന്നെയോ രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് കാണുക. ഏട്ടെന്ന് പറയുമ്പം വലിയ വ്യത്യാസമൊന്നും രാമനും ലക്ഷ്മണൻ തമ്മിൽ നമ്മൾ ഈ വർത്തമാനം ഏട്ടാന്നൊക്കെ വിളിക്കുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും 10-15 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന്. ഒന്നുമില്ല, എന്തോ സമയത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ. പക്ഷെ അങ്ങനെയല്ല, കാരണം ഈ അമ്മയുടെ വാക്കാണ് ഓർമ്മയാണ്, അച്ഛനായിട്ട് കാണുകയാണ്. ദശരഥം വിദ്ധി, ഏട്ടനെ അച്ഛനായിട്ട് കാണണം. അപ്പോൾ ഏട്ടൻ അച്ഛനാണെങ്കിൽ എഴുത്തിയമ്മയാരാ? ചേച്ചി എന്നൊന്നും വിളിക്കണ്ട, അമ്മയാണ്. മാം വിദ്ധി, പിന്നെ അങ്ങനെയുള്ളൂ. സീതയെ അമ്മയായിട്ടാണ് ആര് കാണുന്നത്? ലക്ഷ്മണൻ കാണുന്നത്. അത് ലക്ഷ്മണൻ പറയണുണ്ട്. കാട്ടിലെത്തി കുരങ്ങന്മാർ ആഭരണം കെട്ടി കൊണ്ടു കൊടുത്തു. സീതയുടെയാണോ സംശയം? നോക്കാൻ പറഞ്ഞ സമയത്ത് രാമൻ പറഞ്ഞു, എനിക്ക് കരച്ചിൽ വന്നിട്ട് നോക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണൻ നീ ഒന്ന് നോക്ക്. ലക്ഷ്മണൻ പറഞ്ഞു, ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് കമ്മൽ കണ്ടാൽ മനസ്സിലാവില്ല, മാല കണ്ടാൽ മനസ്സിലാവില്ല. കാരണം എന്താ, ഞാൻ അങ്ങനെ കഴുത്തിലേക്കൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ എങ്ങോട്ടെ നോക്കിയിട്ടുള്ളൂ, പാദസരം കണ്ടാൽ എനിക്കറിയാം. കാരണം ഞാൻ അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ പാദസരം കണ്ടിട്ടുണ്ട്. ആ പാദസരം കണ്ട് പറയാണ് ഇത് സീതയുടെയാണ്, സംശയമില്ല. ലക്ഷ്മണനെയാണ് സീത എന്ത് പറഞ്ഞത്? സീത എന്താ പറഞ്ഞത്? മാരീചന്റെ പിന്നാലെ രാമൻ പോയപ്പോൾ അവിടുന്ന് രാമന്റെ ശബ്ദത്തിൽ മാരീചൻ കരഞ്ഞു. അപ്പോഴോ അപ്പൊ ലക്ഷ്മണനെ കാവൽ നിർത്തിട്ടാ പോയത്. ലക്ഷ്മണൻ പറഞ്ഞത് ഏട്ടനല്ല, ഏട്ടന്റെ ശബ്ദത്തിൽ ആ ദുഷ്ടൻ കരയാണ്. അല്ല, അത് രാമനാണ്. പലവട്ടം പറഞ്ഞു, അല്ല അമ്മ പറയണത് മനസ്സിലാക്കൂ, അത് മാരീചനാണ്. ഏട്ടനറിയാം, ഏട്ടൻ കണ്ട് തിരിച്ചെത്തും, എന്നെ അമ്മയെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം സീത ഒരു ക്രൂരമായ വാക്ക് പറഞ്ഞു. ഇപ്പോഴാണ് നീ വെറുതെ അല്ല അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതെന്ന് മനസ്സിലായത്. ഇതിലും വലിയൊരു ശിക്ഷ, എത്രയും വലിയൊരു ഒരു വിഷമം ഒരാൾക്ക് ഇനി വരാണോ? ഇവർക്ക് വേണ്ടിയാണ് പുറപ്പെട്ടത്. തനിക്ക് ഭാര്യയല്ലോ ഒപ്പം നോക്കാനായിട്ട്, രക്ഷിക്കാനായിട്ട് കൂടെ വന്ന ആള് കേൾക്കുകയാണ് ഈ വാക്കെ. ചെവി അങ്ങോട്ട് പൊത്തി, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഓടുകയാണ് ആര്. ഇനി എന്ത് വേണേലും വരട്ടെ, ഇനിയിപ്പോൾ എന്ത് വന്നാലും അതിലും വലുത് എന്താ നീ വരാനുള്ളത്? സീതയെ പോയാലെന്താ? ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്താ? ഇത് കേൾക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട് ആ ലക്ഷ്മണൻ ഓടി പോവുകയാണ് രാമൻ്റെ അടുത്തേക്ക്. അന്ന് മുതലാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ ഒരു ഫലമായിട്ടാണ് ആചാര്യന്മാർ പറയുക, സീതയെ രാമൻ ഒഴിവാക്കിയില്ലേ. രാമൻ ക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് അവസാനം ആരാ കൊണ്ട് ഒഴിവാക്കണത്? ആരാ? ലക്ഷ്മണന്. ആരാണ്? അത് തിരിച്ചടിക്കുകയാണ്. ലക്ഷ്മണനെ വേദനിപ്പിച്ചത് ലക്ഷ്മണൻ തന്നെ നിമിത്തമായി സീത അകന്നു. സീത വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഇപ്പൊ വിഷമിപ്പിച്ചിട്ടില്ലേ, അത്ര അനുഭവിച്ചിട്ടില്ല. അത്ര അനുഭവിച്ചിട്ടില്ല പറയേണ്ടി വരും. എന്ന് പറഞ്ഞ അർത്ഥം ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. ഇതാണ് ചരിത്രം കാണിക്കുന്നത്. കാവ്യമൊക്കെ കാണിക്കുന്നത് എന്താ ചോദിച്ചാൽ, നമ്മൾ ആരുടെയും പക്ഷം പിടിക്കണ്ട. നമ്മളത് ശ്രദ്ധിച്ച് അങ്ങനെ നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രകൃതി ലക്ഷ്മണനെ തന്നെ നിമിത്താക്കി കൊണ്ടാക്കാനൊക്കെ. ശരി, ഇനി രാമന്റെ കാര്യം. രാമൻ ഉപേക്ഷിച്ചത് തെറ്റായി ചിലരൊക്കെ പറയും. രാമൻ അത് ചെയ്ത് ശരിയായില്ല പറയും. എന്ത് ശരിയായില്ല എന്ന്? രാമൻ രാജാവാണ്, അത് മറക്കണ്ട. എന്താണ്? കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ രാജാവാണ്. സീതയുടെ മുന്നിൽ മാത്രം, സീത ഒരാളുടെ മുന്നിൽ മാത്രമാണ് എന്ത്? ഭർത്താവ്. മുഖ്യധർമ്മം എന്താ? രാജാവ് എന്നുള്ളതാണ്. ഗൗണധർമ്മമാണ് ഭർത്താവ് എന്നുള്ളത്. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പം നമ്മൾ ഒരു കുറേ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ വിരുന്നുകാർ വന്നു, നമ്മളെന്താ ചെയ്യുക? ആദ്യം കഴിക്കുമോ? എന്താ ചെയ്യുക? അവർക്ക് കൊടുക്കും. ശരി, നമ്മൾ ഒപ്പരുന്ന് കഴിച്ചു. ഭർത്താവിന് കഴിക്കേണ്ടി വന്നു, കൂട്ടുകാരാ, അപ്പോൾ ഒപ്പരുന്ന് കഴിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കൂടുതലുള്ളവർക്ക് കഴിക്കണുണ്ടെങ്കിൽ എടുത്തു കൊടുക്കില്ലേ? ഇനി ഭാര്യയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാ എന്ത്? 2 ചപ്പാത്തി. ഒപ്പമുള്ളവർ കഴിച്ച് തീർന്നിട്ടില്ല, ഇനി വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യും? അവിടെ നോക്കിയിട്ട് എന്താ പറയുക, എടുത്തു വെക്കണമെന്ന് പറയുമോ? നമ്മൾ തമ്മിൽ സഹിക്കുക. അതാണ് ഭാര്യയും ഭർത്താവല്ലേ ഒന്നാണ്. നമ്മൾ തമ്മിൽ എന്ത് ചെയ്യുക? സഹിക്കുക, കഴിക്കട്ടെ, അങ്ങനെയല്ലേ വിചാരിക്കുക. അത്രേ ഉണ്ടായുള്ളൂ. ഇവിടെ ഇപ്പം രാമനും സീതയും കൂടി അങ്ങോട്ട് സഹിച്ചു. രാമന് നഷ്ടമല്ലേ? സീത പോയതിൽ ആർക്കാ നഷ്ടമുള്ളത്? സീതയ്ക്ക് മാത്രം.
രാമൻ എത്ര വേദനിച്ചു. രാമൻ എന്ന രാജാവ് ധൈര്യത്തോടു കൂടി ഉപേക്ഷിക്കുമ്പോൾ രാമൻ എന്ന ഭർത്താവ് പൊട്ടിക്കരയാണ്. പക്ഷെ രാമന് ഉറപ്പുള്ളത് തൻ്റെ മുഖ്യമായ ധർമ്മം പ്രജകളെ നോക്കലാണ്. അതിൽ സംശയമില്ല. ഭരണാധികാരികൾ അങ്ങനെയാവണം. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പ്രജകളാണ് മുഖ്യം, തൻ്റെ ഭാര്യയും കുട്ടികളും അല്ല. അങ്ങനെയാവുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. പ്രജകളെ പറ്റിയൊരു ചിന്തയില്ല, തൻ്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ എങ്ങനെയാണ് ഭരണാധികാരിയാവുക? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടതേ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറയും, മറ്റുള്ള കാര്യത്തിൽ നമുക്ക് നിശ്ചയില്ല, രാമന്റെ കാര്യത്തിൽ നല്ലൊരു ഭർത്താവാണോ ചോദിച്ച് 100 മാർക്ക് കൊടുക്കാൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല. നല്ലൊരു അച്ഛനാണോ, അത് 100 മാർക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് പറയാം, രാമൻ ഐഡിയൽ കിങ്, മാതൃകാ രാജാവാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയൊക്കെ രാമരാജ്യം എന്ന് പറഞ്ഞത്. പ്രജകളെ സംബന്ധിച്ച് രാമൻ നല്ല രാജാവാണ്, ഭരണാധികാരിയാണ്. അതാണ് മുഖ്യം. അതും ഉപേക്ഷിച്ചു എന്നൊന്നും പറയാൻ വയ്യ. ഉപേക്ഷിച്ചു പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണെങ്കിൽ പറയാം, അത് കളഞ്ഞു. എവിടെയാണ് കൊണ്ടുപോയത്? അതേ പുലിയുള്ള കാട്ടിലൊന്നുമല്ല, വാൽമീകി മഹർഷി ഉള്ള സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ അടുത്ത്. എന്തിനാത്? അവിടെ പോട്ടെ. വാൽമീകി മഹർഷി, അദ്ദേഹം മഹർഷിയല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അവളുടെ ഇപ്പോഴുള്ള വിഷമാരില്ലാണ്ടിയാക്കും. ഇല്ലാണ്ടിയാക്കും. ഇനി ഗർഭിണിയാണ്, ഇനി കുട്ടികളൊക്കെ ഉണ്ടായ ആ കുട്ടികൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് ആര് വളർത്തും? വെട്ടിക്കന്മാരായിട്ട് വളർത്തും. ഇന്നും ഇപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഗർഭിണിയായി കഴിഞ്ഞാൽ കൊണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ശുശ്രൂഷക്കാരായിക്കോളും, അവരായിക്കോളും, എന്തെങ്കിലും കൊടുത്താൽ മതി. കുട്ടിയുണ്ടായി കുട്ടിയുടെ കാര്യം ഒരു നോക്കി കുറച്ച് കാലം 90 കഴിഞ്ഞാൽ ഇങ്ങോട്ട് തരും. ഗർഭ ശുശ്രൂഷ ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്ഥലം അതുപോലെയാണ് ഉണ്ടായത്. അല്ലാണ്ട് ഉപദ്രവിക്കൊന്നും ഉണ്ടായില്ല. ഇനി പോട്ടെ, ഇനി സീതയെ ഉപേക്ഷിച്ചു എങ്ങനെ പറയും? ഉള്ളിലുണ്ടേ. ഉള്ളിലില്ലായിരുന്നെങ്കിൽ വേറെ വിവാഹം കഴിക്കായിരുന്നു. എത്രയോ അവസരം ഉണ്ടായില്ലേ? അശ്വമേധ യാഗം നടത്തുമ്പം ഋഷിമാര് പറഞ്ഞല്ലോ, ഇത് വിവാഹം ഈ ഭാര്യാസമേതനായിട്ടിരിക്കേണ്ടതാ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? പത്നി അടുത്തിരിക്കണം. അതുകൊണ്ട് വേണമെച്ചാൽ വേറെ വിവാഹം കഴിക്കാം. ആരൊന്നും പറയില്ല. പണ്ടത്തെ കാലല്ലേ, എത്ര വേണേലും കഴിക്കാം. തൻ്റെ അച്ഛൻ 3 300 വിവാഹം കഴിച്ചതായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ അത്ര കഴിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇപ്പോൾ 2 കഴിക്കാനാ ബുദ്ധിമുട്ട്. ആരൊന്നും പറയൂല. എന്നിട്ട് പോലും ആരും കഴിച്ചില്ല. ഏകപത്നീ വ്രതധര, ഒരു ഡിസിപ്ലിൻ ആണ്. ആര് നിർബന്ധിച്ചാലും ആര് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ വേറെ വിവാഹം കഴിക്കില്ല. എൻ്റെ മനസ്സിൽ ആരേ ഉള്ളൂ? സീത മാത്രം. ഏകപത്നീ വ്രതധര, പത്നീവ്രതൻ. പാതിവ്രതത്തെ പറ്റി നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ വല്ലാണ്ട് കേട്ടിട്ടില്ല. ആണ് പത്നീവ്രതൻ. ഒരു പത്നിയേ ഉള്ളൂ, അത് സീത മാത്രം. ഇനി ഭാര്യയെ വെക്കണം നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സ്വർണം കൊണ്ട് സീതയെ ഉണ്ടാക്കി, കാഞ്ചന സീത. സ്വർണത്തിന് ജീവനുണ്ടെന്ന സങ്കല്പം. അപ്പൊ സ്വർണ്ണ സീത ഉണ്ടാക്കി വെച്ച് യാഗം ചെയ്തു. വേണമെങ്കിൽ അങ്ങനെ കഴിക്കായിരുന്നല്ലോ. എനിക്ക് മോഹം ഉണ്ടായിട്ടില്ല. ഋഷിമാരൊക്കെ അവിടെ നിർബന്ധിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് കഴിച്ചു എന്നൊക്കെ പറയായിരുന്നു. ആരൊന്നും പറയില്ല. അങ്ങനെ ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ മോഹമില്ല. സീത തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് അദ്ദേഹം എന്നെ അല്ലാണ്ട് വേറൊരാളെ മനസ്സിൽ പോലും കാണില്ല എന്ന് ഉറപ്പാർക്കുണ്ട്. സീതയ്ക്കനുണ്ട്. ഇതാണ് രാമൻ. ആണ് രാമന്റെ മഹത്വം. ധർമ്മിഷ്ഠനാണ്. ആര് പറഞ്ഞു? വാൽമീകി പറഞ്ഞു. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം അതൊരു മൂല്യം, അത് രൂപം ധരിച്ചു വരികയാണെങ്കിൽ ആരാ? അത് രാമനാ. ധർമ്മം എന്നുള്ളത് ആശയമല്ലേ, അത് രൂപം ധരിച്ചു വരികയാണെങ്കിൽ അത് രാമൻ. അതിൽ സംശയമൊന്നുമില്ല. രാമരാവണ യുദ്ധസമയത്ത് രാവണന് ഉറക്കക്ഷീണം. രാമൻ പറഞ്ഞു, മതി, ഇനി നാളെയാവും യുദ്ധം. കാരണം ഉറങ്ങണ ആളോട് യുദ്ധം ചെയ്യാൻ വയ്യ, താൻ പോവും എന്ന് പറഞ്ഞേക്കാണ്. അതാണ് ധർമ്മിഷ്ഠൻ. ഇനി രാമരാവണ യുദ്ധം കഴിഞ്ഞു. രാവണനെ കൊന്ന സമയത്ത് രാവണന്റെ അനിയൻ ആരുടെ കൂടിയാ? രാമന്റെ കൂടിയാ? വിഭീഷണൻ. വിഭീഷണൻ നിന്റെ ഏട്ടനല്ലേ, വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാനിട്ടോ എന്ന് പറഞ്ഞ സമയത്ത് വിഭീഷണൻ പറഞ്ഞു, സംഗതി ഏട്ടനാണെങ്കിൽ ദുഷ്ടൻ, ഞാൻ ചെയ്യില്ലേ അയാൾക്ക് കർമ്മമൊന്നും. രാമൻ പറയണം, അങ്ങനെയൊന്നും പറയരുത്. മരണാന്തം ച വൈരാണി, ബന്ധം ബന്ധമല്ലാണ്ടിയാവോ? മരണം വരെയുള്ളൂ ഈ വൈരൊക്കെ. ഏട്ടനല്ലേ, നീ ഇപ്പൊ ചെയ്യണില്ലെങ്കിൽ ഞാൻ ചെയ്യും. എൻ്റെ ഒരു ഏട്ടനായിട്ട് കണക്കാക്കി ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് കർമ്മം ചെയ്യും. ആർക്ക്? രാവണനെ. അതാണ് ധർമ്മം. അതിലൊന്നും രാമനൊരു സംശയവുമില്ല. അതാണ് രാമന്റെ മഹത്വം. ഈ ലക്ഷ്മണന്റെ കാര്യം പറഞ്ഞ ലക്ഷ്മണനും കേമനായിട്ടു. ഭരതന്റെ കാര്യം പറഞ്ഞാലോ, ഭരതന്റെ അത്ര ത്യാഗം ആര് ചെയ്തു? രാമനേക്കാൾ വലിയ ത്യാഗമാണ് ആര് ചെയ്തത്? രാമൻ പിന്നെ അവിടെ നിവൃത്തില്ല. കായികങ്ങൾ ഭക്ഷിച്ച് കഴിക്കാൻ പറ്റുള്ളൂ, കാട്ടിലാണ്. ഇദ്ദേഹം നല്ല സൗകര്യമുള്ള സ്ഥലത്ത് രാമനെ പോലെ ഗോമൂത്രം അതിൽ വേവിച്ച് കഴിക്കുക, കായികങ്ങൾ ഭക്ഷിച്ചും കൊണ്ട്. ഏട്ടനില്ലാത്ത ഒരു സുഖം എനിക്ക് വേണ്ട പറഞ്ഞ ഏട്ടന്റെ ബദിയടി സിംഹാസനത്തിൽ വെച്ച് നിലത്ത് കിടക്കുക. എന്താ കഥ? ആരുടെ കഥ? 14 വർഷം അവിടെ ആ സൗകര്യത്തിൽ കഴിഞ്ഞിട്ടും ലേശം പോലും സിംഹാസനത്തിലൂടെ മോഹം ആർക്കുണ്ടായില്ല? ഭരതൻ ഉണ്ടായില്ല. കാത്തു നിൽക്കുകയാണ് ഏട്ടൻ വരാനായിട്ട്. അതൊക്കെയാണ് രാമായണ കഥ. വിട്ടുകൊടുക്കാനുള്ള യുദ്ധം. എനിക്ക് വേണ്ട പറഞ്ഞ ഏട്ടനും അനിയനും തമ്മിലുള്ള യുദ്ധം. വേണമെന്നല്ല, എനിക്ക് വേണ്ട, നീ ഭരിക്കണം ഭരത. എനിക്ക് വേണ്ട ഏട്ടാ, രാമേട്ടൻ ഭരിക്കണം, രാജ്യം ഭരിക്കൂ. വേണ്ട, ഭരത നീ ഭരിക്കൂ. അല്ലല്ല ഏട്ടാ അങ്ങ് ഭരിക്കൂ. നോക്കണേ,
ഇന്നുണ്ട് യുദ്ധം, എനിക്ക് വേണം എന്ന് പറയട്ടെ. വ്യത്യാസം നോക്കും. അതാണ് രാമായണമൊക്കെ ഇന്നും പ്രസക്തമാവാൻ കാരണം. ആദികാവ്യം ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ആശയമാണ് വിഷയം. അതാണ് രാമായണം. അതൊന്നും വിസ്തരിച്ച് പറയണമെന്നും നേരം ഉണ്ടാവില്ല.